ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 186 വാല്യം 4 ഗദാരിയിലെ ഭൂതബാധിതൻ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത് സംബന്ധിച്ച 1944 ജനുവരി 30 ദർശനം ഇവിടെ ചേർക്കുക. അതിനുശേഷം താഴെ പറയുന്ന ദർശനവും കൊടുക്കുക. ഈശോ വടക്ക് പടിഞ്ഞാറ് നിന്നും കായലിന്റെ തെക്ക് കിഴക്ക് വശത്തേക്ക് കുറുകെ കടന്ന ശേഷം ഹിപ്പോസിൽ കരയ്ക്കടുക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടു. വിശേഷിച്ചൊന്നും ചോദിക്കാതെ പത്രോസ് അത് അനുസരിക്കുകയും നദീമുഖത്തേക്ക് ബോട്ട് അടുപ്പിക്കുകയും ചെയ്തു. വർഷകാലത്തെ മഴയും അടുത്ത കാലത്തെ കൊടുങ്കാറ്റും മൂലം അവിടെ വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്. ഈ തീരപ്രദേശത്ത് സാധാരണമായി കാണാറുള്ള ഒരു വലിയ പാറയിടുക്കിലൂടെ വെള്ളം കായലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സഹായികൾ ഓരോ ബോട്ടിലും അങ്ങനെ ഓരോരുത്തരുണ്ട്. ബോട്ടുകൾ മുറുക്കി കെട്ടി നിർത്തി. കഫർനാമിന് തിരികെ പോകത്തക്ക വിധം വൈകുന്നേരം വരെ കാത്തിരിക്കുവാൻ നിർദ്ദേശം ലഭിച്ചു. ഒരു കാളയെപ്പോലെ ഊമയായിരിക്കുക. ആരെങ്കിലും ഗുരു എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ട. അവിടുന്ന് എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാലും ഇതേ മറുപടി നൽകുക. എങ്ങനെ നോക്കിയാലും ഇത് സത്യമാണ്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, പത്രോസ് പറഞ്ഞു. അവർ യാത്രയായി. ഈശോ കിഴുക്കാന്തൂക്കായ ഒരു പാതയിലൂടെ മേലോട്ട് കയറുകയാണ്. അപ്പസ്തോലന്മാർ അദ്ദേഹത്തെ പിന്തുടർന്ന് ഒരു കുന്നിന്റെ മുകളിൽ കയറി. അവിടെ ധാരാളം ഓക്കുമരങ്ങളുള്ള ഒരു സമതലമുണ്ട്. ആ പ്രദേശത്ത് മരത്തണലിൽ നിന്ന് പന്നികൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. നാറുന്ന മൃഗങ്ങൾ, ബർത്തലോമിയോ പറഞ്ഞു. അദ്ദേഹം തുടർന്നു, നാം കടന്നു പോകുന്നതിന് അവ തടസ്സമായിരിക്കുന്നു. ഇല്ല, അവ തടസ്സമാവുന്നില്ല. സകല ജീവജാലങ്ങൾക്കും ഈ ലോകത്തിൽ ഇടമുണ്ട്. ഈശോ ശാന്തനായി മറുപടി പറഞ്ഞു. അതെന്തായാലും ആ ഇസ്രായേൽക്കാരെ കണ്ടയുടനെ പന്നിക്കൂട്ടത്തെ മേയ്ക്കുന്നവർ ഓക്കുമരങ്ങളുടെ കീഴിലേക്ക് അവയെ ഒഴിച്ചു മാറ്റി അവർക്ക് വഴിയൊരുക്കി കൊടുത്തു. തടിച്ചു കൊഴുത്ത ആ ജന്തുക്കൾ അവശേഷിച്ച അഴുക്കുകൾക്കിടയിലൂടെ പലവിധ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് അപ്പസ്തോലന്മാർ കടന്നുപോയി. ഈശോ യാതൊരുവിധ അപ്രിയവും കാണിക്കാതെയാണ് കടന്നുപോയത്. അവിടുന്ന് പന്നിക്കൂട്ടത്തെ മേയ്ക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ കാണിച്ച ഔദാര്യത്തിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. തങ്ങളുടെ പന്നികളെക്കാൾ അത്രയൊന്നും വൃത്തിയില്ലാത്തവരും അവയേക്കാൾ ക്ഷീണിതരുമായ അവർ ഈശോയെ അത്ഭുതപൂർവ്വം നോക്കി പരസ്പരം മന്ത്രിച്ചു. ഒരാൾ പറഞ്ഞു, അദ്ദേഹം ഒരുപക്ഷെ ഇസ്രായേൽക്കാരനല്ലായിരിക്കും. മറ്റൊരാൾ അതിന് ഇപ്രകാരം മറുപടി നൽകി, തൊങ്ങൽ വച്ച അദ്ദേഹത്തിന്റെ കുപ്പായം നീ കണ്ടില്ലേ? അപ്പസ്തോലന്മാർ ഒന്നിച്ചുകൂടി. സാമാന്യം നല്ല വീതിയുള്ള പാതയിലൂടെ സംഘമായി അവർ മുമ്പോട്ട് നീങ്ങി. നല്ല മനോഹരമായ കാഴ്ച. കായലിന്റെ തീരത്തായി വ്യാപിച്ചു കിടക്കുന്ന പട്ടണം അവിടെ നിന്നാൽ ഭംഗിയായി കാണാം. മറുകരയിൽ അപ്പസ്തോലന്മാർക്ക് അഭിമുഖമായി തിബേര്യാസിലെ മനോഹരമായ മന്ദിരങ്ങൾ നിൽപ്പുണ്ട്. മലയുടെ കിഴുക്കാന്തൂക്കായ ഭാഗത്തിന് നേരെ താഴെയായി ഉള്ള ചെറിയ തീരം കണ്ടിട്ട് ഒരു പച്ച തലയണ പോലെ ഇരിക്കുന്നു. എന്നാൽ തിബേര്യാസ് മുതൽ ജോർദാന്റെ അഴിമുഖം വരെയുള്ള തീരം കൂടുതൽ വിശാലമാണ്. ശാന്തമായ കായലിലേക്ക് ഒഴുകിയിറങ്ങാനുള്ള ബുദ്ധിമുട്ട് മൂലം പരന്നൊഴുകുന്ന നദി അവിടെ ഒരു വലിയ ചതുപ്പുനിലം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പുൽക്കൂട്ടങ്ങളിൽ നിന്നും മുളങ്കാടുകളിൽ നിന്നും പറന്നുയരുന്ന പക്ഷികൾ കായലിലേക്ക് പറന്നുപോയി മത്സ്യങ്ങളെ കൊത്തിയെടുക്കുന്നു. അതിനുശേഷം അവ പറന്നുയർന്ന് കരയിലെ കാറ്റത്താടുന്ന ബഹുവർണ്ണ പുഷ്പങ്ങൾക്കിടയിൽ താഴുന്നു. നേരെമറിച്ച് ഈ കുന്നിൻ മുകളിൽ വളരെ ഉയരമുള്ള ഓക്കുമരങ്ങളും അവയുടെ കീഴിലായി മരതക പച്ച നിറമുള്ള മൃദുലമായ പുല്ലുകളും കാണാം. വലിയ താഴ്വരയുടെ മറുകരയിൽ നിന്നും മല വീണ്ടും ഉയർന്നു പോവുകയാണ്. കുത്തനെയുള്ള പാറകൾ കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള ആ കൊടുമുടിയുടെ മുകൾ തട്ടിൽ മട്ടുപ്പാവോട് കൂടിയ വീടുകൾ ഉണ്ട്. പർവ്വത പാർശ്വവും വീടുകളുടെ ഭിത്തികളും ഒന്നു തന്നെയാണെന്നും ഗുഹാവാസികളും ഗ്രാമീണരും ഇടകലർന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതെന്നും എനിക്ക് തോന്നുന്നു.
വലിയ മട്ടുപ്പാവുകളോട് കൂടിയ കെട്ടിടങ്ങൾ ആ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തറയിൽ നിന്നുള്ള പ്രവേശനദ്വാരം മട്ടുപ്പാവോളം ഉയർന്നു നിൽക്കുന്നു. അതിനു മുകളിലാണ് മേൽക്കൂര. മലയുടെ പാർശ്വങ്ങൾ തൂക്കായി കിടക്കുന്നതിനാൽ അവിടെ വീടുകൾ പണിയാൻ കഴിയുകയില്ല. ആ ഭാഗത്ത് ഗുഹകളും അഗാധമായ പാറയിടുക്കുകളും താഴ്വരയോളം എത്തുന്ന ഇറക്കവുമാണുള്ളത്. മഴക്കാലത്ത് ആ തൂക്കായ പ്രദേശത്ത് ധാരാളം നീരൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞുകൂടുന്ന ചപ്പുചവറുകൾ എല്ലാം കൂടി മലയ്ക്ക് ഒരു അടിത്തറ തീർത്തിട്ടുണ്ട്. വന്യവും കുത്തനെ ഉള്ളതും കൂനിയിരിക്കുന്നതുമായ ഈ മല എങ്ങനെയും ആദരവ് പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു മാടമ്പിയെപ്പോലെ ഇരിക്കുന്നു. അത് ഗമാല അല്ലേ? തീഷ്ണൻ ചോദിച്ചു. അതെ, അത് ഗമാലയാണ്. നിനക്ക് ആ പട്ടണം അറിയാമോ? ഈശോ അന്വേഷിച്ചു. അഭയാർത്ഥിയായി ഞാനൊരു രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കുഷ്ഠരോഗം ബാധിച്ച ഒരവസരമായിരുന്നു അത്. പുറത്തിറങ്ങാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. എന്നിട്ട് ആരും കണ്ടുപിടിച്ചില്ലേ? ഞാൻ സിറിയയിൽ നിന്നും വരുന്ന വഴിക്ക് അഭയം തേടിയാണ് ഞാൻ അവിടെ പോയത്. അവർ എന്റെ രോഗം കണ്ടുപിടിച്ചു. ഉടനെ ഞാൻ ഈ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് എന്നെ പിടികൂടാൻ കഴിഞ്ഞില്ല. കുഷ്ഠരോഗബാധിതനായിരുന്ന ഞാൻ നിരന്തരമായ ഭീതിയോടുകൂടി പതുക്കെ പതുക്കെ നടന്നു നീങ്ങി. ആദ്യം ടെക്കോവോ മരുഭൂമിയിലും മരിച്ചവരുടെ താഴ്വരയിലും എത്തി. കുഷ്ഠരോഗമാണ് ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിച്ചത്. അവർ പുറജാതിക്കാരാണ് അല്ലേ? യൂദാസ്കറിയോത്ത ചോദിച്ചു. മിക്കവാറും എല്ലാവരും തന്നെ പുറജാതിക്കാരാണ്. ബിസിനസിന് വേണ്ടി ചുരുക്കം ചില യഹൂദന്മാർ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വിശ്വാസങ്ങളുടെ ഒരു മിശ്രണമാണുള്ളത്. അഥവാ അതൊരു വിശ്വാസമില്ലായ്മ തന്നെ. എങ്കിലും അഭയാർത്ഥികളോട് അവർ മോശമായി പെരുമാറുകയില്ല. ഈ താഴ്വരകളിലൊക്കെ കൊള്ളക്കാർ പതിയിരിപ്പുണ്ട്, പലരും പറഞ്ഞു. അതെ, പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അപ്പുറത്ത് ഇതിലും അധികം കൊള്ളക്കാരുണ്ട്. സ്നാപകനെ ബന്ധനത്തിലാക്കിയതിനെ അനുസ്മരിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു. നീതിമാന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊള്ളക്കാരും അവിടെ ഉണ്ട്. യോഹന്നാന്റെ സഹോദരൻ പറഞ്ഞവസാനിപ്പിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നിട്ടും യാതൊരു വിധത്തിലുള്ള മനംമടുപ്പുമില്ലാതെ നാം അവരെ സമീപിക്കുന്നു. അതേസമയം ചില മൃഗങ്ങളുടെ അടുത്തുകൂടി പോന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഗോഷ്ഠികളാണ് കാണിച്ചത്? അവ അവിശുദ്ധ ജീവികളാണ്. ഒരു പാപി അതിലും അവിശുദ്ധനാണ്. ഈ മൃഗങ്ങൾ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവയാണ്. അങ്ങനെ ആയിപ്പോയത് അവയുടെ കുറ്റം കൊണ്ടല്ല. എന്നാൽ പാപത്താൽ അവിശുദ്ധനായി തീരുന്ന മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. അവൻ അതിന് ഉത്തരവാദിയാണ്. അങ്ങനെയെങ്കിൽ അവിശുദ്ധ ജീവികളുടെ പട്ടികയിൽ അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? ഫിലിപ്പോസ് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തിരിക്കുന്നതിന് പ്രകൃത്യാതീതവും പ്രകൃത്യാ ഉള്ളതുമായ ഒരു കാരണമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അതേപ്പറ്റിയുള്ള അവബോധവും മനുഷ്യമഹത്വത്തെപ്പറ്റിയുള്ള അഭിമാനവും നൽകുക എന്നതാണ് ആദ്യത്തെ കാരണം. ഭക്ഷണ രീതിയിൽ പൊതുവായ ചില രീതികൾ ആവിഷ്കരിക്കുക എന്ന ഉദ്ദേശ്യവും അതിന്റെ പിന്നിലുണ്ട്. അപരിഷ്കൃതരായ ആളുകൾ കയ്യിൽ കിട്ടുന്നതെല്ലാം തിന്നുന്നു. അവർക്ക് എങ്ങനെയും വയറ് നിറയ്ക്കണമെന്നേയുള്ളൂ. പുറജാതിക്കാർ അപരിഷ്കൃതരല്ലെങ്കിൽ പോലും ഈ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അമിത ഭക്ഷണം ദുഷ്ടതകളെ ഇളക്കി വിടുകയും മനുഷ്യനെ തരം താഴ്ത്തുകയും ചെയ്യുന്നു. ആനന്ദത്താൽ ഉന്മാദചിത്തരായി തീരുന്നതിനു വേണ്ടി അവർ പരിശ്രമിക്കുന്നു. ഇത് അവരുടെ മതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അവരുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി അവർ ആഭാസകരമായ ഉത്സവങ്ങൾ നടത്തുന്നതായി നിങ്ങളിൽ പഠിപ്പുള്ളവർക്ക് അറിയാമല്ലോ. അവരുടെ ദൈവങ്ങൾ വിഷയാസക്തിയിലും മദ്യക്കൂത്തിലുമാണ് സന്തോഷിക്കുന്നത്. നേരെ മറിച്ച് ദൈവപുത്രൻ തന്നെ തന്നെ നിയന്ത്രിക്കുകയും അനുസരണയോടും മുൻകരുതലോടും കൂടി പ്രവർത്തിച്ച് പൂർണ്ണതയിൽ എത്തുകയും വേണം. തന്റെ ആദിയും അന്തവുമായ ദൈവത്തെയും സ്വർഗത്തെയും മുൻനിർത്തി പ്രവർത്തിക്കുവാനും ബാധ്യസ്ഥനാണ്. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന
മനുഷ്യന്റെ വികാരങ്ങൾ ഇളക്കിവിടുന്ന, രക്തത്തെ ഉത്തേജിപ്പിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിക്കരുത് എന്നതാണ് ഈ നിരോധനത്തിന്റെ പിന്നിൽ പ്രകൃത്യാ ഉള്ള കാരണം. അവന്റെ ആത്മാവ് മാംസനിമിത്തമായ സ്നേഹത്തെ വർജിക്കുന്നതും പരിശുദ്ധമായ ആത്മാവോടെ എപ്പോഴും സ്വർഗത്തെ അഭിലഷിക്കുന്നതുമായ ഒരു ജീവിതമായിരിക്കണം മനുഷ്യന്റേത്. തന്മൂലം പുരുഷൻ തന്റെ ഭാര്യയോട് കാണിക്കുന്ന വികാരം കേവലം കാമാസക്തി ആയിരിക്കരുത്, പിന്നെയോ പരിശുദ്ധമായ സ്നേഹമായിരിക്കണം. എന്നാൽ ഈ പാവപ്പെട്ട ജന്തുക്കൾ പന്നികളായി തീർന്നതോ അവയുടെ മാംസം കാലാന്തരത്തിൽ മനുഷ്യരക്തത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതോ അവയുടെ കുറ്റം കൊണ്ടല്ല. പന്നിയെ മേയ്ക്കുന്നവർ ഒട്ടുമേ കുറ്റക്കാരല്ല. അവർ നല്ലവരാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കമിഴ്ന്നു കിടക്കുകയും നന്മ എന്തെന്ന് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന പരീശന്മാരെക്കാൾ എത്ര മികച്ചവരായിരിക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീതിമാന്മാരുടെ കൂട്ടത്തിൽ പന്നികളെ മേയ്ക്കുന്നവരെയും നീതികെട്ടവരുടെ കൂട്ടത്തിൽ പരീശന്മാരെയും നിങ്ങൾ കാണും. എന്നാൽ നമ്മെ നശിപ്പിക്കുന്നത് എന്താണ്? മുകളിൽ നിന്നും കല്ലും മണ്ണും ഇളകി വന്നതിനാൽ അവരെല്ലാം പരിഭ്രമിച്ച് അവിടെ നിന്നും മാറിപ്പോയി. അതാ അവിടെ പൂർണ്ണ നഗ്നരായ രണ്ട് മനുഷ്യർ അംഗവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട് അതാ അവർ നമ്മുടെ നേരെ വരുന്നു. ഭ്രാന്തന്മാർ, അതോ ഭൂതബാധിതരോ? ഈശോയുടെ അടുത്തേക്ക് വന്ന ഭൂതബാധിതരെ ആദ്യമായി കണ്ട യൂദാസ്കറിയാത്തായോട് അവിടുന്ന് പറഞ്ഞു, മലയുടെ പാർശ്വത്തിലുള്ള വല്ല ഗുഹയിൽ നിന്നുമായിരിക്കും അവർ ഇറങ്ങി വന്നത്. അവർ കൂവി വിളിക്കുന്നുണ്ട്. അവരിൽ ഒരാൾ അതിവേഗം ഓടി ഈശോയുടെ അടുത്തു വന്നു. കൈകൾ ഇരുവശത്തേക്കും നീട്ടി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടുള്ള ഓട്ടം കണ്ടാൽ അയാൾ പറന്നു വരികയാണെന്ന് തോന്നൂ. തൂവലുകളില്ലാത്ത അസാധാരണമായ ഒരു നികൃഷ്ട പക്ഷിയെ അയാൾ അനുസ്മരിപ്പിച്ചു. അയാൾ ഈശോയുടെ കാൽക്കൽ മയങ്ങി വീണ് അട്ടഹസിച്ചു, ലോകത്തിന്റെ അധിപനായ അങ്ങ് ഇവിടെ എത്തിയിരിക്കുന്നോ? പരമോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, അങ്ങ് എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങളുടെ ശിക്ഷാസമയം എത്തിക്കഴിഞ്ഞോ? സമയം എത്തും മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ അവിടുന്ന് എത്തിയത് എന്തിനാണ്? ഭൂതബാധിതനായ ശേഷം മൂകനും വിമൂഢനുമായി തീർന്ന മറ്റേയാൾ തറയിൽ വീണ് മുഖം താഴ്ത്തി കരഞ്ഞതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. പിന്നീട് അയാൾ എഴുന്നേറ്റിരുന്ന് കല്ലുകൾ പെറുക്കി തന്റെ നഗ്നപാദങ്ങളിലിട്ട് കളിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. മറ്റേ മനുഷ്യന്റെ ചുണ്ടുകളിലൂടെ ഭൂതം സംസാരിച്ചുകൊണ്ടിരുന്നു. അതേസമയം അയാൾ രോഗമൂർച്ഛയാൽ എന്നവണ്ണം വേദന കൊണ്ട് തറയിൽ കിടന്ന് പുളയുകയും ചെയ്തു. ഒരേ സമയം തന്നെ ഈശോയുടെ ശക്തിയാൽ ആകൃഷ്ടനും തിരസ്കൃതനുമായ അയാൾക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും അവിടുത്തെ ആരാധിക്കാനല്ലാതെ മറ്റൊന്നും കഴിയുന്നില്ല. അയാൾ ഇങ്ങനെ വിളിച്ചു കൂവി, ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്നത് മതിയാക്കൂ, എന്നെ പോകാൻ അനുവദിക്കൂ. ശരി, അശുദ്ധാത്മാവേ, ഇയാളിൽ നിന്നും ഇവരിൽ നിന്നും പുറത്തു പോവുക. നിന്റെ പേരെന്താണെന്ന് എന്നോട് പറയുക. ലെഗിയോൺ, ലീജിയൻ എന്നാണ് എന്റെ പേര്. ഞങ്ങൾ പലരുണ്ട്. വളരെ വർഷങ്ങളായി ഞങ്ങൾ ഇവരിൽ വസിക്കുന്നു. അവരെ കെട്ടിയിരുന്ന കെട്ടുകളും ചങ്ങലകളുമെല്ലാം ഞങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു. അവരെ ബന്ധിച്ചിടാനുള്ള കഴിവ് മനുഷ്യർക്കില്ലായിരുന്നു. ഞങ്ങൾ മുഖേന അവർ മറ്റുള്ളവർക്ക് പേടി സ്വപ്നങ്ങളായി. അങ്ങയെ അവഹേളിക്കാനായി ഞങ്ങൾ മനുഷ്യനെ മൃഗത്തെക്കാളും ഹീനരാക്കുന്നു. അങ്ങയുടെ ശാപമേറ്റതിന് ഞങ്ങൾ പ്രതികാരം തീർക്കുന്നത് ഇവരോടാണ്. ഞങ്ങൾ ആവേശിച്ചു കഴിഞ്ഞാൽ ഇവരെ പോലെ ഒരു ചെന്നായോ കുറുക്കനോ കഴുതപ്പുലിയോ കഴുകനോ രക്തക്കാളിയോ ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല. എങ്കിലും ഞങ്ങളെ ശിക്ഷിക്കരുതേ, നരകം അത്ര ഭയാനകമാണ്. പുറത്തു പോവുക, ഈശോയുടെ നാമത്തിൽ പുറത്തു പോവുക. ഈശോയുടെ ശബ്ദം ഇടിനാദം പോലെ മുഴങ്ങി. അവിടുത്തെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. കുറഞ്ഞപക്ഷം അവിടുന്ന് കണ്ട പന്നിക്കൂട്ടത്തിൽ പ്രവേശിക്കാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു. മൃഗീയമായ ഒരു അലർച്ചയോടെ ദുർഭൂതങ്ങൾ
രണ്ടു പേരിൽ നിന്നും പുറത്തുപോയ ഉടൻ തന്നെ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അതിന്റെ ശക്തിയിൽ ഓക്കുമരങ്ങൾ മുളകളെപ്പോലെ ആടി. ഭൂതങ്ങൾ പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിച്ചതിനാൽ അവ ഓക്കുമരങ്ങൾക്കിടയിലൂടെ പൈശാചികമായ അലർച്ചയോടെ ഓടി പരസ്പരം തള്ളിയും മുറിവേൽപ്പിച്ചും കടിച്ചും താഴ്വരയുടെ വക്കത്തെത്തിയപ്പോൾ താഴത്തെ വെള്ളം ഒരാശ്രയമായി കണ്ടു. പന്നിയെ മേയ്ക്കുന്നവർ പരിഭ്രമിച്ച് അത്ഭുതസ്തബ്ധരായി നിൽക്കെ നൂറുകണക്കിന് പന്നികൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവ വെള്ളം കുടിച്ച് വീർക്കുകയും ഭീകരമായ രീതിയിൽ കണ്ണുകൾ തള്ളി മുങ്ങിച്ചാവുകയും ചെയ്തു. പന്നിയെ മേയ്ക്കുന്നവർ വിളിച്ചു കൂവിക്കൊണ്ട് പട്ടണത്തിലേക്ക് ഓടി. അപ്പസ്തോലന്മാർ ഈ അത്യാഹിതം നടന്ന സ്ഥലത്ത് പോയി നോക്കിയ ശേഷം ഇപ്രകാരം പറഞ്ഞു: അവയിൽ ഒരെണ്ണം പോലും രക്ഷപ്പെട്ടില്ല. അദ്ദേഹമാണ് അവയ്ക്ക് ഈ കഷ്ടകാലം വരുത്തിയത്. ഈശോ ശാന്തനായി പറഞ്ഞു: ഒരു മനുഷ്യൻ നശിക്കുന്നതിനേക്കാൾ നല്ലത് 2000 പന്നികൾ നശിക്കുന്നതാണ്. അവർക്ക് ഉടുക്കാൻ എന്തെങ്കിലും വസ്ത്രം കൊടുക്കൂ. ഇനി അവർ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. തീക്ഷ്ണൻ തന്റെ സഞ്ചി തുറന്ന് തന്റെ കുപ്പായങ്ങളിൽ ഒന്നെടുത്ത് അവർക്ക് കൊടുത്തു. തോമ മറ്റൊരെണ്ണം നൽകി. സുഖം പ്രാപിച്ച 2 പേരും ഇപ്പോഴും പരിഭ്രമത്തോടെ നിൽക്കുകയാണ്. നിറയെ ദുസ്വപ്നങ്ങളുള്ള ഗാഢമായ ഉറക്കം കഴിഞ്ഞ് ഉണർന്ന മട്ടുണ്ട് അവർക്ക്. അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുക്കൂ. അവർ മറ്റു മനുഷ്യരെ പോലെ സാധാരണ ജീവിതം നയിക്കട്ടെ. അവർ അപ്പവും ഒലിവ് പഴങ്ങളും തിന്നുന്നതും പത്രോസിന്റെ ഫ്ലാസ്കിൽ നിന്ന് കുടിക്കുന്നതും ശ്രദ്ധാപൂർവം ഈശോ നോക്കി നിന്നു. ഒടുവിൽ അവരിൽ ഒരാൾ ചോദിച്ചു: അങ്ങ് ആരാണ്? നസ്രായക്കാരനായ ഈശോ. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു: ഞങ്ങൾക്ക് അങ്ങയെ അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്നെ അറിയാം. നിങ്ങൾ എഴുന്നേറ്റ് വീട്ടിൽ പൊയ്ക്കോളൂ. ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടു, എങ്കിലും അതൊന്നും ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈ മനുഷ്യൻ ആരാണ്? തന്റെ കൂടെ നിൽക്കുന്ന ആളെ ചൂണ്ടിക്കൊണ്ട് നേരത്തെ സാത്താനു വേണ്ടി സംസാരിച്ച ആൾ പറഞ്ഞു: എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ ആരാണ്? എന്തിനിവിടെ വന്നു? അയാൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു. അപ്പോൾ മുമ്പ് മൂകനായിരുന്ന ആൾ പറഞ്ഞു: ഞാൻ ദിമിത്രിയൂസ് ആണ്. ഇവിടം സിഡോൺ ആണോ? ഹേ മനുഷ്യ, സിഡോൺ കടൽക്കരയിലാണ്. നിങ്ങൾ ഗലീലിയ കായലിന്റെ ഇക്കരെയാണ്. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? അതിന് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല. പന്നിയെ മേയ്ക്കുന്നവരെ പിന്തുടർന്ന് കുറെ ആളുകൾ അവിടെ എത്തി. അവർ പേടിച്ചിരുന്നു, ഉത്കണ്ഠാകുലരായിരുന്നു. നഗ്നരായിരുന്ന 2 ആളുകളും വസ്ത്രം ധരിച്ച് വൃത്തിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ആശ്ചര്യം വർദ്ധിച്ചു. ഇത് ജോസിയായിലെ മർക്കോസ് ആണ്, അതായത് പുറജാതിക്കാരനായ ഒരു കച്ചവടക്കാരന്റെ മകൻ. ഇവരെ സുഖപ്പെടുത്തുകയും നമ്മുടെ പന്നികളെ നശിപ്പിക്കുകയും ചെയ്തത് അതാ ആ നിൽക്കുന്ന ആളാണ്. പിശാചുകൾ പ്രവേശിച്ചപ്പോൾ പന്നികൾ ഭ്രാന്ത് പിടിച്ച് ഓടിപ്പോവുകയാണുണ്ടായത്. പന്നിയെ മേയിച്ചിരുന്നവർ പറഞ്ഞു: ഗുരോ, അങ്ങ് ശക്തനാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. എത്രയോ താലന്തുകളുടെ നഷ്ടം. അങ്ങ് ദയവായി പോയാലും. അല്ലെങ്കിൽ അങ്ങയുടെ ശക്തി കൊണ്ട് ഈ പർവ്വതം ഇളകി മറിഞ്ഞ് കായലിൽ വീഴും. ദയവായി പോകൂ. ഞാൻ പോകാം. ഞാൻ ആരുടെയും മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല. കൂടുതൽ ഒന്നും പറയാതെ ഈശോ വന്ന വഴിയെ തിരിച്ചുപോയി. സംസാരശേഷി ഉണ്ടായിരുന്ന ഭൂതബാധിതർ അപ്പസ്തോലന്മാരുടെ പിന്നാലെ കൂടി. അയാൾ അപ്പസ്തോലന്മാരിൽ നിന്ന് അല്പം അകലെ പിന്നാലെ പോകുകയാണുണ്ടായത്. ഈശോ യഥാർത്ഥത്തിൽ സ്ഥലം വിടുമോ എന്നറിയാൻ ധാരാളം പേർ നോക്കി നിന്നിരുന്നു. ഈശോയും അപ്പസ്തോലന്മാരും കുത്തനെയുള്ള പാതയിറങ്ങി നദീമുഖത്ത് കിടന്നിരുന്ന വള്ളങ്ങളുടെ അടുത്തെത്തി. ആളുകൾ മട്ടുപ്പാവുകളിൽ കയറി നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. സുഖം പ്രാപിച്ച രോഗബാധിതൻ ഈശോയുടെ അടുത്തേക്ക് ചെന്നു. ബോട്ടിലെ സഹായികൾ പരിഭ്രമിച്ചിരിക്കുകയാണ്. പന്നികൾ കായലിലേക്ക് എടുത്തു ചാടുന്നതും അവയുടെ ശരീരങ്ങൾ ചത്തുമലച്ച് വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതും അവർ കണ്ടിരുന്നു. അവർ ചോദിച്ചു: എന്താണ് സംഭവിച്ചത്?
അതൊക്കെ പിന്നെ പറയാം. വള്ളത്തിന്റെ കെട്ടഴിക്കൂ, നമുക്ക് പോകാം. ഗുരു എങ്ങോട്ടാണ് പോകേണ്ടത്? തരീക്കിയായിലെ ഉൾക്കടലിലേക്ക്. എല്ലാവരും വള്ളത്തിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ കൂടെ വന്നയാൾ ഈശോയോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ കൂടെ എന്നെയും കൊണ്ടുപോയാലും. അത് വേണ്ട, നീ വീട്ടിൽ പോകൂ. നിന്റെ ബന്ധുക്കൾ നിന്നെ കാത്തിരിക്കുകയാണ്. കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചും നീ അവരോട് പറയുക. ഈ സ്ഥലത്ത് വിശ്വാസം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കർത്താവിനോടുള്ള കൃതജ്ഞത മുഖേന വിശ്വാസം ജ്വലിപ്പിച്ച് പ്രകാശമരുളുക. പോകൂ, ഞാനും പോകട്ടെ. ആ പിശാച് ഇനിയും വരാതിരിക്കാൻ വേണ്ടി കുറഞ്ഞ പക്ഷം എന്നെ ഒന്ന് അനുഗ്രഹിക്കുകയെങ്കിലും ചെയ്താലും നീ ഭയപ്പെടേണ്ട. നീ ആഗ്രഹിക്കാത്ത പക്ഷം അവൻ വീണ്ടും വരികയില്ല. എങ്കിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. സമാധാനത്തോടു കൂടി പോവുക. വള്ളങ്ങൾ തീരത്തു നിന്നും പടിഞ്ഞാറ് വശത്തേക്ക് നീങ്ങി. അതിൽ പിന്നെയാണ് പന്നികൾ നഷ്ടപ്പെട്ടത് മൂലം വിഷമിച്ചിരുന്ന പട്ടണവാസികൾ അവർക്ക് കർത്താവിനെ ആവശ്യമില്ലായിരുന്നു ടെറസിൽ നിന്നും ഇറങ്ങിപ്പോയത്.